സഹോദരന്മാരെ, നമ്മുടെ ദൈവം ഒത്തിരി 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 വലിയ ദൈവമാണ്. God cannot be limited by anybody. ഒരു വ്യക്തിക്ക്, ഒരു സംഘടനയ്ക്ക്, ഒരു പ്രസ്ഥാനത്തിന് ഒന്നും ഈ ദൈവത്തെ ഒതുക്കാൻ പറ്റത്തില്ല. God is God. I don't understand God totally. I don't know if you do, Pastor. Do you understand full of God? I mean, whole of God? We can't understand everything about God. We can understand only a little bit. ഒരു മനുഷ്യനും ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ ചിന്താഗതിക്കും അറിവിനൊക്കെ അപ്പുറത്തുള്ള ഒരു വലിയ ദൈവമാണ് നമ്മുടെ ദൈവം. Jesus came to show God exactly what God is. ദൈവം എന്താണെന്ന് മനുഷ്യരൂപത്തിൽ നമ്മളെ കാണിച്ചതാണ് നമ്മുടെ യേശു. Many prophets came before Jesus. യേശുവിന് മുമ്പ് അനേക പ്രവാചകന്മാർ വന്നു. They all showed little of Jesus, but they all pointed to Jesus, a little bit of God, and they finally pointed to Jesus and said, we are incomplete, but there is somebody who is coming who is perfect. ആമേൻ, ആമേൻ. പഴയ നിയമ പ്രവാചകന്മാരെല്ലാം ദൈവത്തിന്റെ ഓരോരോ ഭാഗങ്ങൾ, ഓരോരോ സ്വഭാവങ്ങൾ അല്പാൽപമായിട്ട് അവർ കാണിച്ചു. അവർ യേശു കർത്താവിൽ കൂടി പിതാവിനെ നമുക്ക് പൂർണ്ണമായി കാണാമെന്ന് അവർ നമ്മളെ ചൂണ്ടിക്കാണിച്ചു. Amen. Jesus came and said, God and the Father and I are one. യേശു കർത്താവ് വന്ന് ലോകത്തോട് പരസ്യമായി പറഞ്ഞു, പിതാവും ഞാനും ഒന്നാകുന്നു. And immediately the Jewish people took stones to kill him. പെട്ടെന്ന് യേശുവിനെ എറിയുവാൻ യഹൂദന്മാർ കല്ലെടുത്തു. Even now they may not take stones to kill you, but they won't agree with you. ഇപ്പോഴും നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, ഒരുപക്ഷെ ആളുകൾ നമ്മളെ എറിയാൻ കല്ലെടുത്തേക്കും. I'm going to tell something which people may stone us. Get ready for this. ഞാനൊരു സത്യം പറഞ്ഞാൽ ഒരുപക്ഷെ ആളുകളെ കല്ലെടുത്ത് നിങ്ങൾ എറിഞ്ഞേക്കും. നിങ്ങൾ അതിന് ഒരുങ്ങണം. Supposing I say Jesus and I are one. How many of you will really take stones? ആമേൻ, ആമേൻ. യേശു ഞാനും ഒന്നാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് എന്നെ എറിയാൻ കല്ലെടുക്കും? Come on, let's see. Praise the Lord. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. Thank you. Jesus said, what am I, when I say Jesus and I are one, what does it mean? യേശു ഞാനും ഒന്നാണെന്ന് പറയുമ്പോൾ എന്താണ് അതിനർത്ഥം? I am in him and he is in me. ആമേൻ. അതിനർത്ഥം ഇതാ, ഞാൻ ക്രിസ്തുവിലാണ്, ക്രിസ്തു എന്നിലുമുണ്ട്. How many of us are in Christ? എത്ര പേര് ക്രിസ്തു യേശുവിലുണ്ട്? Hallelujah. We are in Christ and Christ is in us. ആമേൻ. നമ്മൾ യേശുവിലാണ്, യേശു നമ്മളിലുണ്ട്. That is the assurance that a believer has. അതാണ് ഒരു വിശ്വാസിയുടെ ഉറപ്പ്. And if Christ is in us, the power, tonight this is what we want to share. Amen. The power of God is inside us. ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവത്തിന്റെ ശക്തി നമ്മളിലുണ്ട്. Hallelujah. Those who are born again and those who are walking according to the principles of God are asked to keep away from a particular group of people. Now I'm going to say something. Watch. വീണ്ടും ജനിക്കപ്പെട്ട കർത്താവ് യേശുവിനോടൊപ്പം നടക്കുന്ന ആളുകൾ ചില കൂട്ടരെ ഒക്കെ വിട്ടൊഴിയണം ദൈവം ആഗ്രഹിക്കുന്നു. If you look into 2 Timothy 3:5, you will see who are these kind of people. ആമേൻ. എങ്ങനെയുള്ളവരാണ് ഇവരെന്ന് നമുക്ക് 2 തിമോത്തി 3:5 വായിച്ചാൽ മനസ്സിലാവും. Let's study 2 Timothy 3:5. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. And let us focus on the power of God today. ദൈവശക്തിയെ ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. And then we will pray. അതിനുശേഷം പ്രാർത്ഥിക്കാം. Are you with me, people of God? നിങ്ങൾ എന്നോട് ചേർന്നുണ്ടല്ലോ. Thank you so much for staying back and agreeing to listen to us also. God will bless you and your time for that. We are so blessed. നിങ്ങളുടെ വിലയേറിയ സമയം ചെലവഴിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. We are really honored. Thank you for staying back. നിങ്ങൾ ഇവിടെ നിന്ന് ഈ ശുശ്രൂഷയിൽ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ വളരെ ബഹുമാനിക്കപ്പെടുകയാണ്. Thank you. Let's read 2 Timothy 3:5. 2 തിമോത്തി 3:5 ഒന്ന് വായിക്കാം. Now it says, having a form of godliness but denying the power thereof, from such people you turn away. അവിടെ നമ്മൾ വായിക്കുന്നു, അവർ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കും, അങ്ങനെയുള്ളവരെ വിട്ട് ഒഴിയുവേ. Paul is writing to Timothy. തിമോത്തിയോസിന് അപ്പോസ്തലനായ പൗലോസ് എഴുതുകയാണ്. And Paul is telling Timothy, keep away from people who are externally very religious but internally they do not have the power of God. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് വ്യക്തമായി പറയുകയാണ്, നീ ഇങ്ങനെയുള്ള ചില ആളുകളെ കാണും, അവരെ കണ്ടു കഴിഞ്ഞാൽ വളരെ ദൈവിക ഭാവങ്ങളുണ്ട്, വളരെ ഭക്തരായിട്ടുള്ള മനുഷ്യരാണെന്ന്, അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ ശക്തിയില്ല, അങ്ങനെയുള്ളവരെ നീ വിട്ടൊഴിഞ്ഞോണമെന്ന് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് വാണിംഗ് കൊടുക്കുക. We have to focus on the power of the Holy Spirit if we are really Christians. ആമേൻ. നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് നമ്മൾ പ്രത്യേക സ്ഥാനം കൊടുക്കും, അതിനെ ശ്രദ്ധിക്കും. Without the power of the Holy Spirit, it is impossible to lead a Christian life. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടാതെ ക്രിസ്തീയ ജീവിതം നയിക്കുക അസാധ്യമാണ്. I can become a Christian externally. പുറമേ എനിക്കൊരു ക്രിസ്ത്യാനിയാകാം. I can become a pastor externally. പുറമേ ഒരു പാസ്റ്ററാകാം. But I can go and fight with my wife in my house. എന്റെ വീട്ടിലെ എന്റെ ഭാര്യയോട് നിരന്തരം എനിക്ക് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കാൻ Nobody will know it. ആരും അറിയത്തില്ല. Sunday morning when I come and preach, people will say, Pastor, praise the Lord. I will also praise the Lord. But nobody may know that I am fighting with my wife. ആമേൻ. ഞായറാഴ്ച വരുമ്പോൾ നല്ല പ്രസംഗം പ്രസംഗിക്കാൻ പറ്റും, എന്നാൽ ഞാനും എന്റെ ഭാര്യയും കൂടെ എന്ന് യുദ്ധത്തിലായിരുന്നു ആരും അറിയത്തില്ല. Hallelujah. Probably my children may know. ഒരുപക്ഷെ എന്റെ കുഞ്ഞുങ്ങൾ അറിയുമായിരിക്കും. But I can ask my children to shut up. എന്താ കുഞ്ഞുങ്ങളോട് മിണ്ടരുതെന്ന് പറയാം. Because I don't want to lose an external testimony what people think about me. ആളുകൾ എന്നെ പറ്റി
ചിന്തിക്കുന്നത് അല്ലെങ്കിൽ സ്വതന്ത്രം മോശമായി ചിന്തിക്കാതിരിക്കുവാൻ തക്കവണ്ണം അഭിനയിക്കാൻ സാധിക്കും. Tonight, precious saints, I want to remind all of us that there is God who is watching us, and our testimony is not before men, our testimony is before God. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ പറയുന്ന കാര്യം പരസ്യമായി പറയുന്നു. ദൈവം ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരുടെ മുമ്പിലല്ല ഈ സാക്ഷ്യം പറയുന്നത്. ദൈവനുള്ള ദൈവം സകലതും വാച്ച് ചെയ്യുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് ഈ സാക്ഷ്യം പരസ്യമായി പറയുന്നത്. In our inner life, God wants us to become victorious. നമ്മുടെ അകത്തെ മനുഷ്യനിൽ നമ്മൾ എപ്പോഴും ജയാളിയായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. And if our inner man has to become victorious, we need power from above. ആമേൻ. നമ്മുടെ അകത്തെ മനുഷ്യന്റെ ജയാളിയായി നിൽക്കണമെങ്കിൽ ഉയരത്തിലെ ശക്തി ആവശ്യമാണ്. That is the particularity of a group of people we normally call Pentecostal. അതാണ് പെന്തക്കോസ്തുകാർ എന്ന് പറയുന്നവരുടെ പ്രത്യേകത. Actually, the Bible doesn't say about Pentecostal or Pentecostalism. It just talks about the power of God coming up on the day of Pentecost, which was a celebration for the Jewish people. ആമേൻ. യഥാർത്ഥത്തിൽ ദൈവവചനത്തിൽ പെന്തക്കോസ്തുകാരെന്നോ പെന്തക്കോസ്തു ആരാധനയെന്നോ പറഞ്ഞിട്ടോ ഒന്നും കാണുന്നില്ല. എന്നാൽ പെന്തക്കോസ്ത് ദിവസത്തിൽ, പെന്തക്കോസ്ത് പെരുന്നാളിന്റെ ദിവസത്തിൽ സ്വർഗത്തിൽ നിന്ന് ദൈവശക്തി ഒരു കൂട്ടം വിശ്വാസികളുടെ മേൽ ഇറങ്ങി വന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പെന്തക്കോസ്ത് എന്ന വാക്ക് കാണുന്നത്. Hallelujah. Let me tell you about the disciples. ശിഷ്യന്മാരെ പറ്റി പറയട്ടെ. I'm going to bring us to that place of power. ആ ശക്തിയുടെ ഒരു കേന്ദ്രത്തിലേക്ക് നമുക്ക് നോക്കാം. The disciples of Jesus walked with Jesus for how many years? 3.5 years. യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോടൊപ്പം 3.5 വർഷം സഞ്ചരിച്ചു. Amen. But they were incomplete. എന്നാൽ അവർ അപൂർണരായിരുന്നു. They saw Jesus after the resurrection. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അവർ യേശുവിനെ കണ്ടു. Still they were incomplete. അപ്പോഴും അവർ അപൂർണരാണ്. Jesus said, go and wait till you receive power from above. യേശു കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ കാത്തിരിപ്പീൻ. Once you receive power, എന്നാൽ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് you shall go out and become my witnesses. നിങ്ങൾ പുറപ്പെട്ട് എന്റെ സാക്ഷികളാകും. That means without the power of God, we cannot become witnesses to the entire world. അതിന്റെ അർത്ഥം യേശുവിന്റെ ശക്തിയെ കൂടാതെ നമുക്ക് യേശുവിന്റെ സാക്ഷികളാകുവാൻ സാധ്യമല്ല. Approximately 15-20 years later, Paul is writing to Timothy. അതിനുശേഷം 10-15 വർഷത്തിന് ശേഷം അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതുന്നു. Now the early church has all been set up. ആദിമ സഭയെല്ലാം അതിന്റെ അടിസ്ഥാനങ്ങൾ ഇട്ടു. No. All the people have been separated. A lot of people have been baptized. A lot of people have accepted the Lord Jesus Christ. Now there are new churches here and there. ആമേൻ. ദൈവത്തിന്റെ സഭയ്ക്ക് അടിസ്ഥാനം ഇട്ടു. പുതിയ ജീവിതങ്ങൾ കടന്നു വന്നു. വിശ്വസിച്ചു, രക്ഷിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ സ്ഥാപിക്കപ്പെട്ടു. അനേക ദൈവത്തിന്റെ സത്യസഭകൾ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിതമായി. Now Paul's job was to tell people like Timothy to preserve the church. ആമേൻ. എന്നാൽ ഈ സഭയെ എങ്ങനെ ദൈവകൃപയിൽ ദൈവശക്തിയിൽ സൂക്ഷിക്കാമെന്ന് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതുകയാണ്. On the day of Pentecost there was a revival. പെന്തക്കോസ്തിൽ വലിയൊരു ഉണർവുണ്ടായി. Because the Holy Spirit came upon them. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നതുകൊണ്ടാണ്. After the Holy Spirit came upon them, they went and preached the gospel. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന ശേഷം അവർ പുറപ്പെട്ട് സുവിശേഷം അറിയിച്ചു. And then there were different churches all over. അവിടെ എല്ലാം വിവിധ അനേക സഭകൾ സ്ഥാപിക്കപ്പെട്ടു. Then the teaching was to preserve the people for Jesus. അതിനുശേഷം ഈ ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ദൈവവചനം പഠിപ്പിച്ചത്. It was in such a situation that Paul is writing this to Timothy. Keep the church away from people who appear to be religious but they don't have power inside. ജനത്തെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുക എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതുകയാണ്. തിമോഥെയോസേ, ദൈവഭക്തിയുടെ വേഷം ധരിച്ചിട്ട് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരെ നീ വിട്ടൊഴിയണം. Hallelujah. Even today, if you look around, you can see the same thing. ഇന്ന് നമ്മൾ കണ്ണു തുറന്ന് നോക്കിയാൽ ഇതേ കാഴ്ച നമുക്ക് കാണാം. People have lot of meetings. അനേക മീറ്റിങ്ങുകളുണ്ട്. And they have their own systematic way of doing things. അവരുടേതായിട്ടുള്ള രീതിയിൽ മീറ്റിംഗ് നടത്താനുള്ള സമ്പ്രദായങ്ങളുണ്ട്. If you look into one community, they will say, this is what our forefathers taught, and we will be like this. We look into another community of Christians, they will say, this is what our forefathers taught, we will do only this. But in the midst of all these things, they are lacking the power of God. ആമേൻ. ഒരു കൂട്ടം പറയും ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാര് അപ്പനപ്പൂപ്പന്മാരുടെ കാര്യം തൊട്ട് ഞങ്ങൾ ഇങ്ങനെയാണ്. വേറൊരു കൂട്ടർ പറയും ഞങ്ങളും അപ്പനപ്പൂപ്പന്മാരുടെ കാര്യം ഇങ്ങനെയാണ്. എന്നാൽ ഇതിന്റെ നടുവിൽ ദൈവത്തിന്റെ ശക്തിയെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം ഒരുക്കുക. Hallelujah. There is nothing wrong in following what your forefathers said. You should obey your forefathers. ആമേൻ. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ നമ്മൾ അനുസരിക്കണം, നല്ല കാര്യമാണ്. Yes, I never said you should not disobey, but do not let that obedience keep you away from the power of God. എന്നാൽ ആ അനുസരണം ദൈവശക്തി നമ്മളിൽ കടന്നു വരുന്നൊരു തടസ്സമായി തീരരുത്. For example, Jesus said, the 10 commandments says, honor your father and mother if you want to live a long life in this world. ആമേൻ. കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, നിനക്ക് ദീർഘായുസ്സ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും നീ ബഹുമാനിക്കണം. But at the same time, Jesus said, if you want to follow me, hate your father and your mother and your wife, etc., etc. ആമേൻ. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു,
ഒരുവൻ എന്നെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അപ്പനെ അമ്മയോ ഈ ലോകത്തിലേതുള്ളതിനെയൊക്കെ വിട്ട് അവന്റെ കുരിശെടുത്ത് എന്റെ പുറകെ വന്നെങ്കിലേ എന്നെ അനുഗമിക്കാൻ പറ്റത്തുള്ളൂ. What does it mean? അതിന്റെ അർത്ഥം എന്താ? Will God say different things in different places? കർത്താവ് തന്റെ വാക്കുകളെ വ്യത്യസ്തമായി മാറ്റി പറയുമോ? No, what God means is when it comes to obeying God, your father or your mother must not be an obstacle. ആമേൻ. കർത്താവ് പറഞ്ഞ താല്പര്യം ഇതാണ്, കർത്താവിനെ അനുസരിക്കുന്ന കാര്യം വരുമ്പോൾ നമ്മുടെ ഈ ലോകത്തിലെ വ്യക്തിബന്ധങ്ങൾ അപ്പനാകട്ടെ അമ്മയാകട്ടെ ആരും അതിനൊരു തടസ്സമായി തീരരുത്. Hallelujah. And power can come upon people who are willing to love God more than anything else. മറ്റെന്തിനേക്കാളും ദൈവത്തെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ മേലാണ് ദൈവശക്തി അയക്കുന്നത്. So precious saints, when we are praying for a revival, remember we have to pray that the power of the Holy Spirit will come upon different churches, different organizations, so that people can have a live, powerful, fruitful relationship with Jesus. ആമേൻ. അതുകൊണ്ട് നമ്മൾ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്, വ്യത്യസ്തമായ സഭകളുടെ മേൽ സഭാ സംഘടനകളുടെ മേലൊക്കെ ഉയരത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വന്നിട്ട് അവരെ ശക്തിയുള്ളവരായി തീരുവാൻ, ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിക്കുവാനായിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. Tonight, let me humbly tell you, if you are connected with anything that takes away the power of God, you could be in dangerous situations. Come out of all that and worship the Lord in truth and spirit. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ദൈവത്തിന്റെ ശക്തി നിങ്ങളിൽ കടന്നു വരുന്നതിന് തടസ്സമായുള്ള ഏതെങ്കിലും ഒരു ബന്ധങ്ങളിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി ആ ചങ്ങലകളെ പൊട്ടിച്ച് ദൈവശക്തി കീഴിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. The power of resurrection is available in the Lord Jesus Christ. കർത്താവ് യേശുക്രിസ്തുവിൽ യേശുവിനെ പുനരുത്ഥാനം ചെയ്യിച്ച പുനരുത്ഥാനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും അവൈലബിൾ ആണ്. Hallelujah. When God raised up Jesus, യേശുവിനെ പിതാവ് ഉയർപ്പിച്ചപ്പോൾ when God raised up Jesus, യേശുവിനെ പിതാവ് ഉയർപ്പിച്ചപ്പോൾ he worked out the power of resurrection in Jesus. യേശു കർത്താവിന്റെ ശരീരത്തിൽ ആ പുനരുത്ഥാനത്തിന്റെ ശക്തി പിതാവ് ഉപയോഗിച്ചു. And then in the book of Ephesians we read how God gave Jesus to the people, to the church. എങ്ങനെയാണ് ഈ യേശു കർത്താവിനെ സഭയ്ക്ക് പിതാവ് കൊടുത്തിരിക്കുന്നതെന്ന് എഫേസ്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. When we study the book of Ephesians, എഫേസ്യലേഖനം നമ്മൾ വായിക്കുമ്പോൾ we can see that God gave Jesus to his church. തന്റെ സഭയ്ക്ക് തലയായിട്ട് പിതാവായ ദൈവം യേശുവിനെ കൊടുത്തിരിക്കുകയാണെന്ന് വായിക്കുന്നു. Hallelujah. That means the power is available if you are connected to Jesus. അതിന്റെ അർത്ഥം ഇതാണ്, ആ തലയായിരിക്കുന്ന യേശു കർത്താവായിട്ട് നിനക്ക് ബന്ധമുണ്ടെങ്കിൽ ആ ശക്തി നിന്റെ മേൽ ശക്തമായിട്ട് സത്യമായി വ്യാപരിക്കും. It is this power that makes us strong witnesses. ആ ശക്തിയാണ് നമ്മളെ കർത്താവിന്റെ സാക്ഷികളാക്കുന്നത്. If you turn with me to the book of Corinthians quickly, കൊരിന്ത്യലേഖനത്തെ പറ്റി പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ you can see something about an inner witness. അകത്തെ സാക്ഷ്യത്തെ പറ്റി നമുക്ക് കാണാൻ പറ്റും. And it is this inner witness that God wants us to have. ആമേൻ. ആ അകത്തെ സാക്ഷ്യമാണ് നമുക്ക് ആവശ്യം. Go to I'll give you a word. 1 Corinthians 1. I'm going to read 1 Corinthians chapter 1 verses 6. 1 കൊരിന്ത്യർ 1:6. 1 Corinthians 1:6 says, even as the testimony of Christ was confirmed in you. That means the presence of Christ in you must be confirmed. It must be made sure. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിങ്ങളിൽ ഉള്ളതായിട്ടുള്ള സാക്ഷ്യം ഉറപ്പിക്കപ്പെട്ടേ മതിയാകൂ. Hallelujah. We all are born again, I hope. I hope we are all born again. That means the word of God and the spirit of God must come inside us. ആമേൻ. ഹല്ലേലൂയ. നമ്മളെല്ലാം വീണ്ടും ജനിച്ചതാണ്. ദൈവത്തിന്റെ ആത്മാവും ദൈവവചനവും നമ്മളിൽ കടന്നു വന്നിട്ടുണ്ട്. And we are all willing to obey God in whatever situation. ഏത് സാഹചര്യത്തിലും കർത്താവിനെ അനുസരിക്കാൻ ഒരുക്കമാണെന്ന് പറഞ്ഞിട്ടുള്ളവരാണ് നമ്മൾ. Amen. Praise God. Hallelujah. But remember, this presence of God must be inside our heart always. മനസ്സിലാക്കേണ്ട കാര്യം, ഈ ദൈവത്തിന്റെ സാന്നിധ്യം നിരന്തരമായി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. I want to ask a question today. എൻ്റെ ചോദ്യം ചോദിക്കട്ടെ. Is Jesus your one-time visitor in your heart, or is he staying in your heart forever? നമ്മുടെ ഹൃദയത്തിൽ വല്ലപ്പോഴും വരുന്ന ഒരു അതിഥിയാണോ യേശു, അതോ നിരന്തരമായി എൻ്റെ ഹൃദയത്തിൽ രാജാവായി വാഴുന്ന ഒരു വ്യക്തിയാണോ യേശു? That's a question today that is before good Christians also. നല്ല ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരുടെ മുമ്പിൽ ഞാൻ വെക്കാനുള്ള ഒരു ചോദ്യമാണിത്. What is the area in our life which Jesus cannot come and be with us? നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലാണ് യേശുവിന് നമ്മളോടൊപ്പം ആയിരിക്കാൻ കഴിയാത്തത്? That is one thing that may be keeping away the entire presence of God from you. ആ ഒരു വിഷയമായിരിക്കാം ഒരുപക്ഷേ ദൈവശക്തി നിങ്ങളിൽ കടന്നു വരുന്നത്. There's a story of a young man. ഒരു യവനക്കാരന്റെ കഥ ഇങ്ങനെ പറയാം. Now one day he had a dream. ഒരിക്കൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. He dreamed that Jesus came into his house.
അദ്ദേഹം ഇങ്ങനെ സ്വപ്നം കണ്ടു. യേശു തന്റെ വീട്ടിൽ വന്നു. So he said, Lord Jesus, you can come into every room of mine. അദ്ദേഹം യേശുവിനോട് പറഞ്ഞു, യേശുവേ എല്ലാ മുറികളിലും അങ്ങേക്ക് എന്നോടൊപ്പം വരാം. So Jesus went to every room. എല്ലാ മുറിയിലും തന്നോടൊപ്പം But he പോയി. came near a room near the kitchen എന്നാൽ കിച്ചന്റെ അടുത്ത് ഒരു മുറി ചെന്നു. that is locked. ആ മുറി അടച്ചിട്ടേക്ക്. And Jesus said, okay, let me get into the room. യേശു പറഞ്ഞു, ഈ മുറിയിലേക്ക് ഒന്ന് കയറാം. Now this is not in the Bible, this is just a story, so take it only in that way. Then it seems a young man said, Jesus, don't come into that room. ഹല്ലേലൂയ. ഈ മുറി കയറാമെന്ന് പറഞ്ഞപ്പോൾ ആ യൗവനക്കാരൻ പറഞ്ഞു, യേശുവേ ഈ മുറി കയറണ്ട. The Lord said, why can't you told me all that I have is yours and you have is mine, etc., etc. Why is that one room kept under lock and key? യേശു ചോദിച്ചു, നീ അല്ലേ പറഞ്ഞത് എല്ലാ മുറിയിലും നമുക്ക് പോകാം, പോകുന്നതിന് ഒരു കുഴപ്പമില്ല, എന്നാൽ ഈ ഒരു മുറി മാത്രം എന്തുകൊണ്ടാണ് എന്നെ കാണിക്കാൻ വയ്യാത്തത്? Lord, I'm ashamed to take you into that room കർത്താവേ ഈ മുറിയിൽ അങ്ങേ കൊണ്ടുപോകാൻ എനിക്ക് ലജ്ജയുണ്ട്. because there are so many dirty things there. അവിടെ ഒരുപാട് വൃത്തികേടുണ്ട്. Jesus said, either you open that door or I don't want any of your rooms. കർത്താവ് പറഞ്ഞു, ഈ മുറി നിനക്ക് എന്നെ കാണിക്കാൻ പറ്റത്തില്ലെങ്കിൽ മറ്റൊരു മുറിയിലും എനിക്ക് കടന്നു വരാൻ സൗകര്യമില്ല. Precious saints, what is that one room in our heart which is keeping away the power and presence of God? ദൈവത്തിന്റെ സാന്നിധ്യവും ശക്തിയും നമ്മൾ കടന്നു വരാൻ തടസ്സമായി നിൽക്കുന്ന ഏതൊരു മുറിയാണ് നമ്മുടെ ഹൃദയത്തിന്റെ അറയിലുള്ളത്? This evening when we were worshiping, a thought came to me. There are many people in Philadelphia who started off well in the power of God, but eventually they began to fall under the pressures of this land. ആമേൻ ആമേൻ ഹല്ലേലൂയ. ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ കടന്നു വരാനിടയായി. നല്ല ആരംഭങ്ങൾ ദൈവശക്തിയോടെ, നല്ല ആഗ്രഹത്തോടുകൂടി, നല്ല താല്പര്യത്തോടുകൂടി ദൈവനാമത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട അനേക സഭകൾ പിൽക്കാലത്ത് ദേശത്തിന്റെ അനേക വ്യക്തികൾ പിൽക്കാലത്ത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വിധേയപ്പെട്ട് ചുരുങ്ങി പോരട്ടെ. Hallelujah. You know, if you have Jesus inside you, നമ്മുടെ ഉള്ളിൽ യേശു ഉണ്ടെങ്കിൽ, and if he is living inside your heart, നമ്മുടെ ഹൃദയത്തിൽ അവൻ നിരന്തരം വസിക്കുന്നുവെങ്കിൽ, not a single circumstance can keep you down. The day of resurrection is there for you. ആമേൻ ആമേൻ. ഒരു സാഹചര്യങ്ങളും നിങ്ങളെ ഒതുക്കി കഴിയാൻ പറ്റത്തില്ല. നിങ്ങളുടെ ജീവിതത്തിലെ പുനരുത്ഥാനത്തിന്റെ ദിവസം എപ്പോഴും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. Hallelujah. When Jesus was raised up, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ there was a 3-day gap. അതിന്റെ യേശുവിന്റെ അടക്കത്തിന് ഉയർത്തെഴുന്നേൽപ്പിന് ഇടയിൽ 3 ദിവസം ഉണ്ടായിരുന്നു. I would like to read some verses from the book of Acts and show you the reaction of the disciples. You will be surprised. ആമേൻ ആമേൻ. ഈ ദിവസത്തെ ചില കാര്യങ്ങൾ, ശിഷ്യന്മാരുടെ ചില പ്രതികരണം നമുക്ക് വായിക്കാം. നമുക്ക് ഒരുപക്ഷെ അത്ഭുതം തോന്നും. Let's quickly go and let's look to number 1, Luke chapter 24 and verses 6 to 8. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. Quickly we're going to read that. പെട്ടെന്ന് വായിക്കാം. I'm going to tell you about the power of resurrection. പുനരുത്ഥാനത്തിന്റെ ശക്തിയെ പറ്റി പറയാം. Luke 24, 6 to 8 says, he is not here but is risen. Remember how he spake unto you when he was yet in Galilee, saying, the Son of Man must be delivered into the hands of sinful men and be crucified, and the third day rise again. And they remembered his words. ആമേൻ ആമേൻ. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോയിരിക്കുന്നു. അവൻ നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ ഓർക്കുക, അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ വാക്ക് അവർ ഓർത്തു. In other words, the disciples did not even remember. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ യേശു പറഞ്ഞ കാര്യങ്ങളൊന്നും ശിഷ്യന്മാർ ഓർത്തിരുന്നില്ല. Jesus said, on the third day I'll rise up. യേശു അവരോട് വ്യക്തമായി പറഞ്ഞു, 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. They were with Jesus for 3.5 years. 3.5 വർഷം യേശുവിനോട് കൂടെ നടന്നവരാ. Jesus is the best teacher. ഏറ്റവും നല്ല ഗുരുവാണ് യേശു. I believe Jesus is the best Bible college. ഏറ്റവും നല്ല ബൈബിൾ കോളേജ് യേശുവാണ് ഞാൻ വിശ്വസിക്കുന്നത്. But after Jesus died, they forgot everything. എന്നാൽ യേശു മരിച്ച ശേഷം അവരെല്ലാം മറന്നുപോയി. Number 1, let's look to another verse. വേറൊരു വാക്യം ശ്രദ്ധിക്കാം. Luke 24:12. ലൂക്കോസ് 24:12. Then arose Peter and ran unto the sepulchre, and stooping down, he beheld the linen clothes laid by themselves, and departed, wondering in himself at that which was come to pass. Peter was wondering about what happened. ആമേൻ. പീറ്റർ എഴുന്നേറ്റ് കടലിൽ ഓടിപ്പോയി കുനിഞ്ഞു നോക്കി യേശുവിന്റെ തുണി കിടക്കുന്നത് കണ്ടു. എന്നാൽ അവിടെ നടന്ന് എന്താന്ന് തനിക്ക് മനസ്സിലാകാത്ത അത്ഭുത പരതന്ത്രനായി നിൽക്കുക. He forgot everything Jesus told. He never believed what Jesus said. യേശു പറഞ്ഞല്ല, അദ്ദേഹം മറന്നു. യേശു പറഞ്ഞൊന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. Do you know many preachers, many churches, pastors preach morning and evening and afternoon. People come and listen, but they don't believe. അറിയാമോ, അനേക സഭകൾ, അനേക ദേവദാസന്മാർ പ്രസംഗിക്കുന്ന പ്രസംഗം ആളുകൾ വന്ന് കേട്ട് അവർ വിടുതലും പ്രാപിക്കും, പക്ഷേ പാസ്റ്റർമാർ അത് ഓർക്കത്തില്ല. Precious saints, all of you are born again. Let me tell you an experience we had yesterday. No offense meant to anybody. You will be surprised. ആർക്ക് ഇടർച്ചയ്ക്കായിട്ട് പറയുകയല്ല, ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം പറയാം. A man of God was preaching in one of our homes. ഒരു ദേവദാസൻ നമ്മുടെ ഒരു ഭവനത്തിൽ പ്രസംഗിച്ചു. A Christian gentleman stood up. ഒരു ക്രിസ്ത്യാനിയായ ഒരു മാന്യനായ വ്യക്തി എഴുന്നേറ്റ് നിന്നു. He said, how can you judge people? അദ്ദേഹം ചോദിച്ചു, നിനക്ക് ജനത്തെ എങ്ങനെ വിധിക്കാൻ പറ്റും? This preacher was saying you can go to heaven only through Jesus. Jesus is the only way. I am the way, the truth and the life. ആമേൻ.
അദ്ദേഹം പ്രസംഗിച്ച വ്യക്തി ഇതാണ് പറഞ്ഞത്, യേശു കർത്താവിൽ കൂടെ മാത്രമേ നമുക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ സാധിക്കത്തുള്ളൂ. So this Christian gentleman asked, what about the people who worship other idols, etc.? Don't they have their own heaven? ആമേൻ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്ന് വ്യക്തി ചോദിച്ചു, ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരും ഒക്കെ അവരെ സ്വർഗ്ഗത്തിൽ പോകത്തില്ലേ, അവർക്ക് അവരുടേതായിട്ടുള്ള സ്വർഗ്ഗമില്ലേ? So the preacher said, no, this is the righteousness of God. Unless you believe in the Lord Jesus Christ, you cannot go to heaven. Jesus is the way, the truth and the life. പ്രസംഗിച്ച വ്യക്തി പറഞ്ഞു, ദൈവിക നീതി നിനക്ക് യേശുക്രിസ്തുവിൽ കൂടെ ലഭിച്ചെങ്കിൽ മാത്രമേ നിനക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. Now my brothers and sisters, you listen to what he said, you will laugh. അദ്ദേഹം പറഞ്ഞ ഉത്തരം കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. You know what this gentleman said? Don't judge anybody. It is God who knows the inner beings of every man's heart. You have no business to judge. നിന്റെ അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാ. ഹൈന്ദവനാണേലും ഇസ്ലാം ആണേലും നമുക്കാരെ ഒന്നും പറയാൻ ഒക്കത്തില്ല. അവരവരെ ദൈവം വിധിച്ചോളും. This is the understanding average Christians have. ഒരു ശരാശരി ക്രിസ്ത്യാനിക്ക് ദൈവത്തെ പറ്റിയും സ്വർഗ്ഗത്തിൽ പോകുന്നതിനെ പറ്റി നീതിയെ പറ്റിയൊക്കെ ഉള്ള അറിവ് ഇത്രേ ഉള്ളൂ. I'm going to tell you another thing which we teach the children here day and night. രാത്രിയും വൈകിട്ടും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന കാര്യം I പറയാം. tell the children here, you will not go to heaven. I tell my daughters, because your dad is a pastor. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പ്രത്യേകം പറയാറുണ്ട്, നിങ്ങളുടെ അപ്പൻ, നിങ്ങളുടെ പിതാവ് ഒരു പാസ്റ്റർ ആയതുകൊണ്ട് നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകത്തില്ല. You must be born again. നിങ്ങൾ വീണ്ടും ജനിച്ചേ മതിയാകൂ. Hallelujah. How, we are preaching this day and night in every church. I'm sure every good pastor or whoever is preaching, but are the people believing this? ആമേൻ. എല്ലാ നല്ല സഭകളിലും ദൈവദാസന്മാർ നിശ്ചയമായിട്ട് പ്രസംഗിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ വാസ്തവത്തിൽ ജനം ഇത് വിശ്വസിക്കുന്നുണ്ടോ? I'll tell you a truth, precious saints. ഞാനൊരു സത്യം പറയട്ടെ വിശുദ്ധന്മാരെ, Most of the people don't believe. അനേകർ വിശ്വസിക്കുന്നില്ല. They go to church on a Sunday because they are good people. അവർ നല്ലവരായതുകൊണ്ട് എല്ലാ ഞായറാഴ്ച പള്ളിയിൽ പോവാം. If they don't go to church on a Sunday morning, they feel something is wrong. ആമേൻ. ഞായറാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നും. But will they be there when Jesus comes? എന്നാൽ യേശു വരുമ്പോൾ അവരുടെ സ്ഥാനം എവിടെയായിരിക്കും? Hallelujah. This is something we have to pray for all of it, whether they come to this church or that church. That is not our vision. Everybody must be saved. That is our vision. ആമേൻ. ഈ പള്ളി വരുന്നവരാണെങ്കിലും വേറെ ചർച്ചിൽ പോകുന്നവരാണെങ്കിലും എല്ലാവരും കർത്താവിന്റെ വരവിൽ കർത്താവിനോട് പോകണം. ഇതായിരിക്കണം നമ്മുടെ ആഗ്രഹം. ഇതിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. So you see, this Peter also was surprised when he saw the linen of Jesus. He never believed that Jesus would rise again. ആമേൻ. യേശുവിന്റെ തുണി അവിടെ കിടക്കുന്ന കണ്ടപ്പോൾ പത്രോസിന് അത്ഭുതം തോന്നി. അദ്ദേഹം വിശ്വസിച്ചില്ല യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന്. Hallelujah. And now you see Luke 24. ലൂക്കോസ് 24 അധ്യായം. You see two people going to Emmaus. എമ്മൗസിലേക്ക് പോകുന്ന രണ്ട് ശിഷ്യന്മാർ. Luke 24:13 to 23. ഹല്ലേലൂയ. 24 അധ്യായത്തിന്റെ 13 തൊട്ട് ഉള്ള വാക്യങ്ങൾ. If you read that, ആ ഭാഗം വായിച്ചാൽ look at the way they react to the stranger. അവരെ അപരിചിതനായി അവർക്ക് തോന്നിയ യേശുവിനോട് പ്രതികരിക്കുന്നത് നമുക്ക് കാണാം. And they talked together of all these things which had happened. And it came to pass that while they talked together and reasoned, Jesus himself drew near and went with them. Remember, look at the way they are talking to Jesus. Their eyes were hidden, that they should not know him. And he said unto them, what manner of communications are these that you have one another as you walk and are sad? And the one of them said, whose name was Cleopas, answering them, are you only a stranger in Jerusalem? And have you not known the things which have come to pass in these days? Amen. My point is, these are disciples, and the way they talk, don't you know what is happening in Jerusalem? They are not saying, we were following a master. We know that he is the Son of God. We know that he's going to come back. They don't say any of these things. They are just talking like ordinary people in Jerusalem. ആമേൻ. യേശുവിന്റെ ശിഷ്യന്മാരാണ് എങ്കിൽ പോലും ഇവരെ യേശു വന്ന് നിങ്ങൾ എന്താണ് ഈ സംസാരിക്കുന്ന കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ യേശുവിന്റെ ശിഷ്യന്മാരാണെന്നോ ഞങ്ങളുടെ ഗുരു ഇതുപോലെ അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ടു എന്നൊന്നും അല്ല അവർ പറയുന്നത്. അവർ ലോകക്കാർ പറയുന്നത് പോലെ ലോകത്തിൻ്റെതായിട്ടുള്ള സംസാരം യേശുവിനോട് പറയുക. In other words, they had no hope. അതിന്റെ മറ്റൊരർത്ഥത്തിൽ അവർക്കൊരു പ്രത്യാശയില്ല. Nothing. Everything is finished. എല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തീർന്നു. Now think about Peter. പത്രോസിനെ ശ്രദ്ധിച്ചേ. What did he do? അദ്ദേഹം എന്ത് ചെയ്തു? He went back for fishing. അദ്ദേഹം മീനെ പിടിക്കാൻ മടങ്ങിപ്പോയി. He saw the miracle. അത്ഭുതം കണ്ടവനാ. He was convicted that he was a sinner. താൻ പാപിയാണെന്ന് മനസ്സിലായതാ. He saw people being raised from the dead. 3 people Jesus raised from the dead. Peter was standing as a witness. ആമേൻ. 3 മരിച്ചവരെ യേശു കർത്താവ് ഉയർപ്പിച്ചപ്പോൾ അവരുടെ സാക്ഷിയായിട്ട് അടുത്ത് നിൽക്കുന്നവനാ. But when Jesus died, യേശു മരിച്ചപ്പോൾ Peter also died. പത്രോസും മരിച്ചു. Hallelujah. Hallelujah. But on the day after the day of resurrection, എന്നാൽ after the day of Pentecost, Jesus got all his disciples together. ആമേൻ. ഹല്ലേലൂയ. യേശു ഉയർത്തതിനു ശേഷം എല്ലാവരും യേശു ഒന്നിച്ചു And they said, wait for power. അവർ പറഞ്ഞു, യേശു പറഞ്ഞു ശക്തിക്കായി See കാത്തിരിക്കുക. how good our Jesus is. നോക്കുക നമ്മുടെ യേശു എത്ര നല്ലവനാണ്. Now let me tell you about Peter. Jesus was denied by Peter even after the prophecy came that Peter would deny Jesus. ആമേൻ. ആമേൻ. തന്നെ പത്രോസ് ഒറ്റിക്കൊടുക്കുമെന്ന് യേശു കർത്താവ് തന്നെ പത്രോസിന് നേരിട്ട് പറഞ്ഞതിന് ശേഷം പത്രോസ് യേശുവിനെ ഒറ്റിക്കൊടുത്തു.
Hallelujah. ഹല്ലേലൂയ. The prophecy already came. പ്രവചനം മുന്നമേ യേശു കൊടുത്തു. You will deny me 3 times, Peter, before the crow will cock. ആമേൻ. കോഴി കൂകുന്നതിന് ആമേൻ. മുമ്പേ ഇന്ന് രാത്രി നീ എന്നെ 3 തവണ തള്ളിപ്പറയുമെന്ന് യേശു പ്രവചനം നേരിട്ട് പത്രോസിനോട് പറഞ്ഞത്. Peter heard it. പത്രോസ് കേട്ടതാ. And he said, Lord, me never. ഓ അദ്ദേഹം മറുപടി പറഞ്ഞ ഞാനോ ഒരു നാളും ചെയ്യത്തില്ല. He betrayed Jesus. എന്നാൽ താൻ യേശുവിനെ തള്ളിപ്പറയട്ടെ. Even after prophecy, പ്രവചനത്തിന് ശേഷവും he betrayed Jesus. യേശുവിനെ തള്ളിപ്പറഞ്ഞു. Now he's totally finished. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കഥ കഴിഞ്ഞു. But Jesus went and told the women, go and tell my disciples and especially Peter that I am risen again. ആമേൻ ആമേൻ. എന്നാൽ യേശുവിന്റെ ദൂതന്മാർ പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ ശിഷ്യനായ പത്രോസിനോട് പ്രത്യേകം പറ, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. You know, we may deny Jesus so many times, he will not deny us. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാകും, എന്നാൽ ഒരിക്കലും യേശു നമ്മളെ തള്ളിപ്പറയുകയില്ല. He's such a good, faithful God. Where can you get a person like this Jesus? ഇതുപോലെ വിശ്വസ്തനായ ഒരു രക്ഷകനെ നമുക്ക് എവിടെ Oh, കിട്ടും? how many times, you know, I know, how many times we have failed, but he will come and just lift you up. ഹല്ലേലൂയ. എനിക്കറിയാം, അനുഭവത്തിൽ നിന്നറിയാം, എത്രയോ തവണ എത്രയെല്ലാം പരാജയങ്ങൾ എനിക്കുണ്ടായിട്ടുള്ളതാ, നമുക്കുണ്ടായിട്ടുള്ളത്. എന്നാൽ അവിടെയെല്ലാം നമ്മളെ കൈ തന്ന് താങ്ങി എഴുന്നേൽപ്പിക്കുന്ന ഒരു Why did he നല്ല say യേശു. Peter? Why did he say especially Peter? എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് പത്രോസിന്റെ പേര് Because പറഞ്ഞത്? Jesus knew that Peter was the most downcast among all the disciples. കാരണം കർത്താവ് യേശുവിനെ അറിയാം, പത്രോസ് ഇപ്പോൾ വളരെ നിരാശപ്പെട്ട്, എല്ലാവരെക്കാട്ടും നിരാശപ്പെട്ട് മങ്ങിയിരിക്കുക. So Jesus began to call all his people together. യേശു തന്റെ ശിഷ്യന്മാരെല്ലാം വിളിച്ചു. And he said, you guys wait for the day of Pentecost. യേശു പറഞ്ഞു, പെന്തക്കോസ്ത് ദിവസത്തിന് നിങ്ങൾ കാത്തിരിക്കണം. Because I know you are weak. എനിക്കറിയാം നിങ്ങൾ ബലഹീനരാ. I know you can do nothing. എനിക്കറിയാം നിങ്ങൾക്കൊന്നും ചെയ്യാൻ In പറ്റില്ല. John chapter 15, Peter said, you can do nothing without me. ഹല്ലേലൂയ. യോഹന്നാൻ 15 കർത്താവ് യേശു പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ And പറ്റത്തില്ല. then he also said, when I am going to send the Holy Spirit. The Father is going to send the Holy Spirit. യേശു കർത്താവ് വീണ്ടും പറഞ്ഞു, ഞാൻ സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വാങ്ങി നിങ്ങൾക്ക് അയക്കും. They waited for the Holy Spirit. പരിശുദ്ധാത്മാവിന് വേണ്ടി അവർ കാത്തിരുന്നു. The rest is history. ബാക്കി ചരിത്രം The രേഖപ്പെടുത്തുന്നു. power of God. The Holy Spirit came upon the people. ജനത്തിന്റെ മേൽ, ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ശക്തി And the വന്നു. Holy Spirit began to move. പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. Now you see Peter. ഇപ്പോൾ പത്രോസിനെ നോക്കിക്കേ. Peter is now in the front. ഇപ്പോൾ പത്രോസ് മുൻപന്തിയിലാ. The first message came from Peter. ആദ്യത്തെ സന്ദേശം നൽകിയത് പത്രോസാ. 3,000 people born again, baptized, filled with the Holy Spirit because of Peter's ministry. പത്രോസിന്റെ ശുശ്രൂഷയിൽ കൂടെ 3000 ജീവിതങ്ങൾ ആദ്യമായിട്ട് രക്ഷിക്കപ്പെട്ട സ്നാനമേറ്റ് ദൈവത്തിന്റെ സഭയോട് ചേർന്നു. See what the Holy Spirit will do to people? പരിശുദ്ധാത്മാവ് ജനത്തോട് എങ്ങനെ ഇടപെടുന്നത്? Before the Holy Spirit came, പരിശുദ്ധാത്മാവിന് വരുന്നതിന് മുമ്പ് Peter denied Jesus in front of a small girl. ഒരു ബാല്യക്കാരുടെ മുമ്പിൽ യേശു കർത്താവിനെ പത്രോസ് തള്ളി പറഞ്ഞു. Hallelujah. But now after the day of Pentecost, എന്നാൽ പെന്തക്കോസ്തിന് ശേഷം in chapter 4 of Acts, Peter stands before the Jewish synagogue people and say, we would rather obey God than obey man. What Amen. power. ആമേൻ. അപ്പോസ്തലർ 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ജനത്തിന്റെ മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ഒക്കെ മുമ്പിൽ നിന്ന് പറയുകയാണ്, നിങ്ങളെക്കാൾ ദൈവത്തെ അനുസരിക്കുന്നതാണ് ന്യായം. Hallelujah. What brought the transformation? വ്യത്യാസം കൊണ്ടുവന്ന് എന്താ? The power of the Holy Ghost. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. And I want to tell you, I want to pray with you tonight. God is going to bring another move in our midst in the days to come. ഈ വരുന്ന ദിവസങ്ങളിൽ അതുപോലെ ശക്തമായ ഒരു പരിശുദ്ധാത്മാവിന്റെ നല്ല പ്രവർത്തനം ഈ ദിവസങ്ങളിൽ കർത്താവ് അയക്കാൻ പോവാ. I'm going to show you some examples. I'll quickly stop. Is that okay with you? I'm going to quickly show you some things that happened in history. ചരിത്രത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളെ പെട്ടെന്ന് കാണിക്കാം. In 1900, 1900-ൽ the big revival took place in California. കാലിഫോർണിയയിൽ ഒരു വലിയ ഉണർവുണ്ടായി. It is known as the Azusa Street Revival. ആ ഉണർവിന്റെ പേരാണ് അസൂസ സ്ട്രീറ്റ് ഉണർവ്. It was after the Azusa Street Revival that the Assemblies of God began to start, and all over the world, the Assemblies of God denomination today is because of the Azusa Street Revival. അസൂസ സ്ട്രീറ്റ് ഉണർവിൽ കൂടെ ആണ് അസംബ്ലീസ് കോഡ് എന്ന് പറയുന്ന ചർച്ച് രൂപിതമായതും ലോകമെമ്പാടും സ്ഥാപിക്കപ്പെട്ടത്. Did you know that every revival in America has gone through Philadelphia? നിങ്ങൾക്കറിയാം, അമേരിക്കയിലുള്ള എല്ലാ ഉണർവും ഫിലഡൽഫിയയിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. 90% of the revivals have started in Philadelphia. 90% ഉണർവുകൾ ആരംഭിച്ചത് ഫിലഡൽഫിയയിലാണ്. 1 or 2 revivals which have started outside the state has gone through Philadelphia. എന്നാൽ മറ്റു സ്ഥലങ്ങളിൽ ആരംഭിച്ച ഉണർവ് ഫിലഡൽഫിയ ടച്ച് ചെയ്ത് കടന്നുപോയി. Saints, do you know that you are in Philadelphia by the purpose of God? നിങ്ങൾക്കറിയാമോ, ഫിലഡൽഫിയ ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്ന പ്രത്യേക ഉദ്ദേശത്താലാണ്. This precious man of God who I love and respect so much, he was brought into the land for a purpose. ഈ ദൈവദാസനെ ഞാൻ വളരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അദ്ദേഹത്തെ ഈ ദേശത്ത് കർത്താവ് കൊണ്ടുവന്ന പ്രത്യേക ഉദ്ദേശത്തോടാണ്. My dad and
my mom originally came somewhere to New York or New Jersey, but somehow God brought them to Philadelphia. ആമേൻ. എൻ്റെ മാതാവും പിതാവും വേറൊരു സ്ഥലത്താണ് ആദ്യം വന്നത്, എന്നാൽ ദൈവം അവരെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നു. God has a plan in your life. You are in Philadelphia for the purpose of God. നിങ്ങൾ ഫിലഡൽഫിയയിൽ ആയിരിക്കുന്നത് ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരമാണ്. Hallelujah. ആമേൻ. And then did you know that our Kerala, all of you are from Kerala, some of you are from Africa, some of you are from Pakistan, but most of you are from Kerala. Did you know that our Kerala has seen amazing revivals in the past? ആമേൻ. നമ്മൾ കൂടുതൽ ആളുകൾ കേരളക്കാരാണല്ലോ, മറ്റുള്ള പല സ്ഥലത്തും ഇവരുണ്ട്. എന്നാൽ കേരളത്തിൽ അനേക ഉണർവുകൾ ഉണ്ടായിട്ട് നിങ്ങൾക്ക് അറിയാമോ? One of the big revivals that took place was when people, the Marthoma revival started in the 1800s. It was a big revival. 1800കളിൽ മാർത്തോമാ സഭ സ്ഥാപിക്കപ്പെട്ടു. അതൊരു വലിയ ഉണർവായിരുന്നു. And then 75 years later, 75 വർഷത്തിന് ശേഷം God raised up some powerful leaders and began to bring people out of all those systems. ആമേൻ. ആ പാരമ്പര്യ സമുദായ സംഘടനകളുടെ സിസ്റ്റത്തിൽ നിന്നും ശക്തന്മാരെ എഴുന്നേൽപ്പിച്ച് ദൈവം പുറത്തു കൊണ്ടുവന്നു. That is known as the Pentecostal movement in Kerala. അതാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായ പെന്തക്കോസ്ത് ഉണർവ്. God used powerful men like K.E. Abraham and P.A.V. Sam's father, Pastor P.A. What is his name? A.R.T. Adisham, all this powerful in that Church of God beginning. Who was that man? Who came to Pastor Cook. All these people, God brought a big revival started in our Kerala. ആമേൻ ആമേൻ ആമേൻ. പാസ്റ്റർ കെ എബ്രഹാം, കുക്ക് സാഹിബ് എന്ന് പറഞ്ഞൊരു ദേവദാസൻ, അങ്ങനെ പാസ്റ്റർ ART അതിശയം, അങ്ങനെ അനേക ശക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ച് വലിയ ഒരു ഉണർവ് കേരളത്തിലുണ്ടായി. Today's Pentecostal churches you see are formed because of that revival. ആ ഉണർവിന്റെ ഫലമായിട്ട് ആണ് ഇന്ന് നമ്മൾ കാണുന്ന പെന്തക്കോസ്ത് സഭകൾ കാണുന്നത്. I'm going to tell you something exciting. ഇതിന്റെ ഉത്സാഹമുള്ള കാര്യം പറയാം. Every 100-150 years God brings a revival into his church. ആമേൻ ആമേൻ. തന്റെ സഭയിൽ എല്ലാ 100-150 വർഷ കാലഘട്ടത്തിനിടയിൽ കർത്താവ് വീണ്ടും ഒരു ഉണർവ് അയച്ചിരിക്കുന്നു. Now let me tell you something more exciting. വീണ്ടും ഉത്സാഹ ഒരു കാര്യം പറയാം. In 1906, 1906 when powerful revival came to California, ശക്തമായ ഉണർവ് കാലിഫോർണിയയിൽ ഉണ്ടായപ്പോൾ the man God used was Smith Wigglesworth. അല്ലേ? No, I'm sorry. Joseph Seymour. ആമേൻ. ജോസഫ് സൈമോർ, William Seymour. വില്യം സൈമോർ എന്നൊരു ദൈവദാസനെയാണ് ദൈവം അതിനായിട്ട് ഉപയോഗിച്ചത്. In 1906, William Seymour prophesied like this. 1906 ആ ദൈവദാസൻ ഇങ്ങനെ പ്രവചിച്ചു. He said there's going to be an even bigger revival in the United States of America approximately 100 years later. ഏതാണ്ട് 100 വർഷങ്ങൾക്കപ്പുറം ഈ അമേരിക്കയിൽ ഇതിനേക്കാൾ വലിയൊരു ഉണർവ് സ്വർഗ്ഗത്തിൽ ദൈവം അയക്കും. Hallelujah. Praise the Lord. Hallelujah. I also want you to know the stage is being set for a massive revival in Africa. ആമേൻ ആമേൻ. നിങ്ങൾ തിരിച്ചറിയണം, ആഫ്രിക്കയിൽ വലിയൊരു ഉണർവിന് വേണ്ടിയുള്ള എല്ലാ അടിസ്ഥാനങ്ങളും ദൈവം ഒരുക്കി കഴിഞ്ഞു. In Kerala, if you go, many of you come from Kerala. If you go, every district in Kerala, God has raised 1 or 2 powerfully anointed young people who are on power for Jesus. ആമേൻ ആമേൻ. കേരളത്തിൽ നിങ്ങൾ പോയാൽ ഓരോ ജില്ലകളിലും 1-2 ശക്തന്മാരായ അഭിഷക്തന്മാരെ വലിയ ഉണർവിനായി ആ ദേശത്ത് എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞിരിക്കുക. It's time for a revival in Philadelphia. ഫിലഡൽഫിയയിൽ ഇത് ഉണർവിന്റെ കാലമാണ്. How many of you will start praying from today? ഇന്ന് പോലെ അതിനായി പ്രാർത്ഥിക്കൂ. Hallelujah. Our relatives, our friends, they must not go to hell. നമ്മുടെ ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ ആരും നരകത്തിൽ പോകാൻ പാടില്ല. One day we will be with Jesus. ഒരു ദിവസം നമ്മൾ യേശുവിനോട് കൂടെ ആയിരിക്കും. How many of you have that assurance? എത്ര പേർക്ക് ഉറപ്പുണ്ട്? Hallelujah. If you are born again, you can enter the kingdom of God. നിങ്ങൾ വീണ്ടും ജനിച്ചാണെങ്കിൽ ദൈവരാജ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കാം. If you are not born again, being a good church Christian will not help you. നിങ്ങളൊരു നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കുന്നു, വീണ്ടും ജനിച്ച അല്ലെങ്കിൽ നമുക്കത് സാധിക്കത്തില്ല. Being a good person won't take you to heaven. ഒരു നല്ല മനുഷ്യനായി ജീവിക്കുന്ന നമുക്ക് അതുകൊണ്ട് നമുക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റത്തില്ല. Only a Jesus person can go into heaven. യേശുവിന്റെ മനുഷ്യനായെങ്കിലേ സ്വർഗ്ഗത്തിൽ I പോകാൻ have to പറ്റത്തുള്ളൂ. quickly explain that. ഞാൻ പെട്ടെന്ന് വിശദീകരിക്കാം. You see, my wife, without getting married to me, cannot enter my house or my father's house. Amen. ഞാനുമായി വിവാഹം കഴിക്കാതെ എന്റെ വീട്ടിലോ എന്റെ പിതാവിന്റെ ഭവനത്തിലോ കടന്നു വരുവാൻ എന്റെ ഭാര്യയ്ക്ക് യാതൊരു If അവകാശവും she has to enter my house or my father's house, my name must be written with her name. ആമേൻ. എന്റെ വീട്ടിലോ എനിക്കുള്ളതിലോ അവകാശിയാകണമെങ്കിൽ എന്റെ ഭാര്യയുടെ മേൽ എന്റെ പേര് If ചേർക്കപ്പെടണം. you want to get into the house of God, the name of Jesus must be written along with your name. ദൈവത്തിന്റെ സഭയിൽ നിങ്ങൾക്ക് അംഗമാകണമെങ്കിൽ യേശുവിന്റെ നാമം നിങ്ങളുടെ പേരോടൊപ്പം ചാർത്തപ്പെടണം. Only Jesus had the authority to say, I am the way, the truth and the life. Nobody can come to the Father but by me. യേശു കർത്താവ് മാത്രമേ ഇങ്ങനെ പറയുവാൻ അധികാരമുള്ളൂ. ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, മറ്റൊരുത്തരും എന്നിൽ കൂടെ അല്ലാതെ പിതാവിന്റെ അടുക്കൽ കടന്നു വരാൻ കഴിയുകയില്ല എന്ന് പറയാൻ കഴിയുന്ന ഏക വ്യക്തി യേശു ക്രിസ്തുവാണ്. If you have come today and if there is anybody who have not accepted Jesus as the Lord of your life, I humbly plead with you, receive him into your life today. ഇതുവരെയും യേശുവിനെ ജീവിതത്തിൽ കർത്താവായി സ്വീകരിക്കാത്ത, വീണ്ടും ജനിക്കാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എന്റെ ഏറ്റവും വിനയത്തോടുള്ള അപേക്ഷയാണ്, ഇപ്പോൾ അതിനുള്ള സമയമാണ്. Hallelujah. Receive the Lord. യേശുവിനെ സ്വീകരിക്കാം. And the power of the resurrection. പരിശുദ്ധാത്മാവിന്റെ ശക്തി, പുനരുത്ഥാനത്തിന്റെ ശക്തി സ്വീകരിക്കാം. My precious people, going to heaven is our ultimate goal.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്യന്തികമായിട്ടുള്ള മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗത്തിൽ പോവുക എന്നുള്ളതാണ്. The second thing is to live a good life for Jesus as a good testimony in this world. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശുവിന് വേണ്ടി നല്ല സാക്ഷ്യമുള്ളവരായി ഒരു നല്ല ജീവിതം ഈ ലോകത്തിൽ നയിക്കുക. If you have not given your life to Jesus, യേശുവിന് ഇതുവരെ നിങ്ങളുടെ ജീവിതം give കൊടുത്തിട്ടില്ലെങ്കിൽ your life to Jesus today. ഇന്ന് നിങ്ങളുടെ ജീവിതം യേശുവിന് കൊടുക്കുമോ? He is the beginning and the end. യേശുവാണ് ആരംഭവും He അവസാനവും. is the Alpha and the Omega. യേശുവാണ് ആൽഫയും ഒമേഗയും. What is the one thing that will keep Jesus away from your life? Bring it to Jesus today. Open the door in your life today. യേശുവുമായിട്ട് നിങ്ങൾക്ക് അടുത്തൊരു ബന്ധം സ്ഥാപിക്കാൻ തടസ്സമായി നിൽക്കുന്നത് എന്താണെങ്കിലും അതിനെ പരിഹരിക്കുവാൻ യേശുവിന് കഴിയും. ആ വിഷയത്തെ യേശുവിന്റെ അടുക്ക് കൊണ്ടുവന്നാൽ മതി. Those of us who are born again, വീണ്ടും ജനിച്ച നാം, are you baptized in the Holy Spirit and power? നിങ്ങൾ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും സ്നാനപ്പെട്ടതാണോ? A man of God once told me like this. ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു. In the early days, ആദ്യമേ സമയത്ത് in the IPC Bible College, IPC ബൈബിൾ കോളേജിൽ they will not allow somebody to be part of the Bible college unless you are baptized in the Holy Spirit. പരിശുദ്ധാത്മാവ് സ്നാനം പ്രാപിക്കാത്തവരെ ബൈബിൾ സ്കൂളിൽ വിദ്യാർത്ഥിയായിട്ട് അവർ എടുക്കത്തില്ലായിരുന്നു. But today all that has changed. എന്നാൽ ഇന്ന് അതെല്ലാം മാറി. But I preach and tell you in the name of Jesus, God's principles will not change. ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച് വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ തത്വങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. You must be baptized in the Holy Spirit with power. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ശക്തിയാലും സ്നാനപ്പെടണം. That is the minimum qualification for a good Christian to live a good life. ഒരു സാധാരണ ക്രിസ്ത്യാനിക്ക് ഒരു നല്ല ജീവിതം നയിക്കാനുള്ള ഏറ്റവും മിനിമമായ യോഗ്യത അതാണ്. Hallelujah. If you lead a clean life, നിങ്ങൾ ഒരു ശുദ്ധമായ ജീവിതം നയിക്കുന്നെങ്കിൽ, Peter said, repent, be baptized, and you shall receive the gift of the Holy Ghost. പത്രോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് The ലഭിക്കും. Holy Spirit will lead you to holiness, പരിശുദ്ധാത്മാവ് നിങ്ങളെ വിശുദ്ധിയിലേക്ക് നടത്തും. inner holiness, അകത്തെ വിശുദ്ധി. outer whatever. God will lead you amazingly. ഏത് തരത്തിലുള്ള വിശുദ്ധിയാണെങ്കിലും പരിശുദ്ധാത്മാവാണ് നിങ്ങളെ നടത്തുന്നത്. Hallelujah. Let me ask you one question. ഒരു കാര്യം ചോദിക്കട്ടെ, What if Jesus comes tonight? ഇന്ന് രാത്രി യേശു വന്നാൽ എന്ത് സംഭവിക്കും? How many of you are sure we will go to heaven? എത്ര പേര് വിശ്വസിക്കുന്നു യേശു ഇന്ന് രാത്രി വന്നാൽ ഞാൻ സ്വർഗ്ഗത്തിൽ If you are പോകും? not sure, ഇന്ന് രാത്രി നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ tonight is the night. ഇന്ന് തീരുമാനിക്കേണ്ട Oh രാത്രിയാണ്. Lord, I want to come with you if you are coming tonight. കർത്താവേ, ഇന്ന് അങ്ങ് വരുന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് കൂടെ വരണം. Hallelujah. I want to be baptized in the Holy Spirit with power. എനിക്ക് പരിശുദ്ധാത്മാവ് ശക്തിയാൽ സ്നാനപ്പെടണം. It is not enough that I am intellectually bright. ഞാൻ ബുദ്ധി കൊണ്ട് ബുദ്ധിപണ്ട് അറിവുള്ളവനായത് പോരാ. No, my degrees will not help me on that day. ആ ദിവസത്തിൽ എന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്നെ സഹായിക്കത്തില്ല. But a simple yes to Jesus. യേശുവിനോട്, യേശുവേ ഒരു യെസ് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ Can മതി. we all stand up and give God glory? എഴുന്നേറ്റ് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. Thank you Jesus. Are you washed in the blood, in the soul cleansing blood of the Lamb? Are your garments spotless? Are they white as snow? Are you washed in the blood of the Lamb? Are you washed in the blood, in the soul cleansing blood of the Lamb? Are your garments spotless? Are they white as snow? Are you washed in the blood of the Lamb? കുളിച്ചോ കുഞ്ഞാട്ടേ, ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നീങ്ങി കുളിച്ചോ കുഞ്ഞാട്ടേ രക്തത്തിൽ.